ഷെർലക് ഹോംസ് സ്റ്റോറി കോപ്പർ ബീച്ചസ് ഭാഗം 4. പ്രസക്തമായാലും അല്ലെങ്കിലും എല്ലാ വിശദാംശങ്ങളും കേൾക്കാൻ എനിക്ക് സന്തോഷമേയുള്ളൂ, ഹോംസ് അഭിപ്രായപ്പെട്ടു. പ്രാധാന്യമുള്ളതൊന്നും വിട്ടുപോകാതെ പറയാൻ ഞാൻ ശ്രമിക്കാം ഹോംസ്. വേലക്കാരുടെ പെരുമാറ്റവും രൂപവുമാണ് ആ വീടിനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ തോന്നിയ അസുഖകരമായ ഒരു കാര്യം. അവിടെ ആകെ 2 പേരേയുള്ളൂ, ഒരു പുരുഷനും അവൻ്റെ ഭാര്യയും. ടോളർ എന്ന പേരായ അയാൾ പരിക്കനും സംസ്കാരശൂന്യനുമാണ്. ചാരനിറമുള്ള തലമുടിയും കൊമ്പൻ മീശയുമുള്ള അവനെ സദാ മദ്യം മണത്തിരുന്നു. ഞാൻ അവിടെ ചെന്നതിൽ പിന്നെ 2 പ്രാവശ്യം അയാൾ കുടിച്ച് ബോധം കെട്ടു. പക്ഷേ മിസ്റ്റർ റൂക്കാസിൽ അത് കണ്ടതായി നടിച്ചതുപോലുമില്ല. അവൻ്റെ ഭാര്യ വളരെ ഉയരവും വികൃതമായ മുഖവും നല്ല കരുത്തും ഉള്ള ഒരുത്തിയാണ്. പക്ഷേ മിസ്സിസ് റൂക്കാസലിനെ പോലെ തന്നെ അവളും നിശബ്ദയാണ്, എന്നാൽ അത്രയേറെ രമ്യതയില്ലാത്തവളുമാണ്. അവർ വളരെ അസംതൃപ്തരായ ദമ്പതിമാരാണ്. ഭാഗ്യത്തിന് ഞാൻ അധിക സമയവും നേഴ്സറിയിലോ എൻ്റെ മുറിയിലോ ആണ് കഴിച്ചു കൂട്ടുന്നത്. അവ രണ്ടും അടുത്തടുത്ത കെട്ടിടത്തിലെ ഒരു മൂലയിലായിട്ടാണ്. കോപ്പർ ബീച്ചസിൽ ചെന്ന ശേഷം 2 ദിവസത്തേക്ക് എൻ്റെ ജീവിതം വളരെ ശാന്തമായിരുന്നു. 3-ാം ദിവസം മിസ്സിസ് റൂക്കാസിൽ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് വന്നയുടനെ ഭർത്താവിനോട് എന്തോ പിറുപിറുത്തു. "ഓ ശരി" എന്ന് പറഞ്ഞ് അയാൾ എൻ്റെ നേരെ തിരിഞ്ഞു. "മിസ് ഹണ്ടർ, ഞങ്ങൾ നിങ്ങളോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. കാരണം ഞങ്ങളുടെ താല്പര്യമനുസരിച്ച് നിങ്ങൾ മുടി മുറിക്കുക പോലും ചെയ്തുവല്ലോ. നിങ്ങളുടെ രൂപത്തിന് അതുമൂലം അല്പം പോലും ഭംഗി കുറഞ്ഞിട്ടില്ലെന്ന് ഞാൻ ഉറപ്പ് തരാം. നീല വസ്ത്രം ധരിച്ചാൽ നിങ്ങൾ എങ്ങനെയിരിക്കുമെന്ന് നമുക്കിപ്പോൾ കാണാം. നിങ്ങളുടെ മുറിയിലെ കിടക്കയിൽ അത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളത് ധരിക്കാൻ സന്മനസ് കാണിക്കില്ലേ?" എനിക്ക് വേണ്ടി കരുതിയിരുന്ന വസ്ത്രം ഒരു പ്രത്യേക തരം നീല നിറമായിരുന്നു. 1-ാം തരം സാധനം, ഒരുമാതിരി കമ്പിളി. എങ്കിലും അതാരോ മുമ്പ് ധരിച്ചിരുന്നുവെന്നതിന് ധാരാളം ലക്ഷണങ്ങളുണ്ടായിരുന്നു. എൻ്റെ അളവെടുത്ത് തുന്നിയതുപോലെ അത്ര പാകമായിരുന്നു അത്. അല്പം അതിരുകടന്ന ആവേശപ്രകടനമാണെന്ന് തോന്നിയെങ്കിലും മിസ്റ്റർ റൂക്കാസിലും ഭാര്യയും എന്നെ ആ വേഷത്തിൽ കണ്ട് അത്യധികം സന്തോഷിച്ചു. എന്നെ കാത്ത് അവർ ഡ്രോയിങ് റൂമിൽ ഇരിക്കുകയായിരുന്നു. വീടിന് മുമ്പിലാകെ നീണ്ടു പരന്നു കിടക്കുന്ന ആ മുറിക്ക് തറയിലോളം എത്തുന്ന 3 വലിയ ജനലുകൾ ഉണ്ടായിരുന്നു. നടുവിലത്തെ ജനലിനടുത്തായി പുറംതിരിഞ്ഞു ഒരു കസേര ഇട്ടിരുന്നു. എന്നോട് അതിലിരിക്കാൻ ആവശ്യപ്പെട്ടു. പിന്നെ മിസ്റ്റർ റൂക്കാസിൽ മുറിയുടെ മറുവശത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ഞാൻ അന്നേവരെ കേട്ടിട്ടില്ലാത്ത അനേകം തമാശ കഥകൾ പറയാൻ തുടങ്ങി. അയാൾ എത്ര കോമാളിയായിരുന്നുവെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ വയ്യ. അവശയാം വരെ ഞാൻ ചിരിച്ചു. രസികത്തിയല്ലായിരുന്ന മിസ്സിസ് റൂക്കാസിൽ എന്തായാലും അത്രയൊന്നും ചിരിച്ചില്ല. കൈകൾ മടിയിൽ വെച്ച് ദയനീയമായി മുഖത്തൊരാകുലതയോടെ ഇരുന്നതേയുള്ളൂ. 1 മണിക്കൂറോ മറ്റോ കഴിഞ്ഞപ്പോൾ മിസ്റ്റർ റൂക്കാസിൽ അന്നത്തെ എൻ്റെ ജോലി കഴിഞ്ഞതിനാൽ എൻ്റെ വസ്ത്രം മാറി നഴ്സറിയിൽ എഡ്വേർഡിൻ്റെ അടുത്തേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ഇതേ സാഹചര്യത്തിൽ ഇക്കാര്യങ്ങളൊക്കെ ആവർത്തിച്ചു. വീണ്ടും ഞാൻ വസ്ത്രം മാറി. വീണ്ടും ഞാൻ ജനലിനരികിലിരുന്നു. വീണ്ടും അനിതര സാധാരണമാം വിധം പറയാൻ അനേകം കഥകൾ കയ്യിലുണ്ടായിരുന്ന റൂക്കാസിലിൻ്റെ തമാശ കഥകൾ കേട്ടു. ഹൃദയം തുറന്ന് ചിരിച്ചു. പിന്നെ അദ്ദേഹം എനിക്കൊരു വില കുറഞ്ഞ നോവൽ തന്നു. പേജുകളിൽ എൻ്റെ നിഴൽ പതിയത്തക്കവണ്ണം കസേര ഒരൽപ്പം അരികിലേക്ക് മാറ്റിയിട്ടിട്ട് എന്നോട് അത് ഉച്ചത്തിൽ വായിക്കാൻ പറഞ്ഞു. ഒരധ്യായത്തിൻ്റെ നടുക്ക് നിന്നും വായിച്ചു തുടങ്ങി. ഏതാണ്ട് 10 മിനിറ്റ് കഴിയും മുമ്പ് പെട്ടെന്ന് ഒരു വാചകത്തിൻ്റെ മധ്യത്തിൽ വെച്ച് വായന നിർത്താനും വസ്ത്രം മാറാനും അദ്ദേഹം ആജ്ഞാപിച്ചു. "മിസ്റ്റർ ഹോംസ്, ഈ അസാധാരണമായ പെരുമാറ്റത്തിൻ്റെ അർത്ഥമെന്താണെന്നറിയാതെ ഞാൻ എത്ര ആകുലചിത്തയായി എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം." ജനലിങ്കിൽ നിന്നും എൻ്റെ മുഖം തിരിഞ്ഞിരിക്കുന്നതിൽ അവർ 2 പേരും വളരെ ശ്രദ്ധ കാണിച്ചിരുന്നുവെന്ന് ഞാൻ കണ്ടു. അതിനാൽ ജനലിന് പുറത്ത് എൻ്റെ പിന്നിൽ എന്താണ് നടക്കുന്നതെന്നറിയാൻ എനിക്ക് അടങ്ങാത്ത ആഗ്രഹമുണ്ടായി. ആദ്യം അത് വളരെ അസാധ്യമാണെന്ന് തോന്നി. പക്ഷേ ഞാൻ ഉടനെ ഒരു മാർഗം കണ്ടുപിടിച്ചു. എൻ്റെ കണ്ണാടി പൊട്ടിപ്പോയിരുന്നു. പെട്ടെന്നൊരു ചിന്ത എന്നിലുദിച്ചു. എൻ്റെ കൈലേസിനുള്ളിൽ കണ്ണാടിയുടെ ഒരു കഷ്ണം മറച്ചു വെച്ച് അടുത്ത തവണ ചിരിക്കുന്നതിനിടയിൽ കൈലേസ് കണ്ണിന് നേരെ പിടിച്ച് പുറകിൽ എന്താണെന്ന് നോക്കി. ഞാൻ നിരാശയായെന്ന് തുറന്ന് സമ്മതിക്കട്ടെ, അവിടെ ഒന്നുമില്ലായിരുന്നു. കുറഞ്ഞ പക്ഷം അതായിരുന്നു എൻ്റെ തോന്നൽ. എന്നാൽ 2-ാമത്തെ പ്രാവശ്യം നോക്കിയപ്പോൾ എന്തായാലും
സതാംപ്ടൺ റോഡിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു. ചാരനിറമുള്ള സ്യൂട്ടും ചെറിയൊരു താടി മീശയുമുള്ള അയാൾ എൻ്റെ നേരെ നോക്കുന്നതായി തോന്നി. അതൊരു പ്രധാന നാട്ടുപാതയാണ്. സാധാരണ അവിടെ ആളുകൾ കാണും. ഈ മനുഷ്യൻ ഞങ്ങളുടെ അതിർത്തിയിലുള്ള വേലിക്കരികിൽ ചാരി നിന്ന് താൽപ്പര്യത്തോടെ നോക്കുകയായിരുന്നു. ഞാൻ കൈലേസ് താഴ്ത്തി. അപ്പോൾ വളരെ ഉദ്യോഗപൂർവം മിസ്സിസ് റുക്കാസിൽ എന്നെ തന്നെ നോക്കുന്നതാണ് കണ്ടത്. അവരൊന്നും പറഞ്ഞില്ല. പക്ഷേ എൻ്റെ കയ്യിൽ കണ്ണാടി ഉണ്ടെന്നും പിന്നിൽ എന്താണെന്ന് ഞാൻ കണ്ടെന്നും അവർ മനസ്സിലാക്കി. അവരുടനെ എഴുന്നേറ്റു. ജെഫ്രോ, അതാ റോഡിൽ നിന്ന് ഒരു ധിക്കാരി മിസ് ഹണ്ടറെ തുറിച്ചു നോക്കുന്നത് കണ്ടോ? അവർ ചോദിച്ചു. മിസ് ഹണ്ടർ നിങ്ങളുടെ സുഹൃത്തുക്കളൊന്നും അല്ലല്ലോ അയാൾ? അയാൾ വീണ്ടും എന്നോട് ചോദിച്ചു. അല്ല, ഈ ഭാഗത്താരെയും എനിക്കറിഞ്ഞുകൂടാ, ഞാൻ പറഞ്ഞു. ദൈവമേ, എന്തു ധിക്കാരം! നിങ്ങൾ തിരിഞ്ഞ് അവനോട് പോകാൻ ആംഗ്യം കാണിക്കൂ. അവനെ ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് ഏറെ നന്നെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞു. അല്ല അല്ല, അവൻ ഇവിടങ്ങളിൽ അലഞ്ഞു നടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ദയവായി അവനോട് പോകാൻ ആംഗ്യം കാണിക്കൂ. പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. ഉടനെ തന്നെ മിസ്സിസ് റൂക്കാസിൽ ജനൽ കർട്ടനും താഴ്ത്തി. അതൊരാഴ്ച മുമ്പാണ് നടന്നത്. അതിൽ പിന്നെ ഞാൻ ജനലിനരികിൽ ഇരുന്നിട്ടില്ല. നീല വേഷം ധരിച്ചിട്ടില്ല. ആ മനുഷ്യനെ റോഡിൽ കണ്ടിട്ടുമില്ല. ദയവായി തുടരൂ. നിങ്ങളുടെ വിവരണം വളരെ രസകരമായിരിക്കുന്നു, ഹോംസ് പറഞ്ഞു. ഇവയ്ക്ക് തമ്മിൽ പരസ്പര ബന്ധമില്ലെന്ന് തോന്നുമോ എന്നാണ് എൻ്റെ ഭയം. ഞാൻ പറയുന്ന പല സംഭവങ്ങൾക്കും അല്പമേ ബന്ധമുള്ളൂവെന്ന് തോന്നാം. ഞാൻ കോപ്പർ ബീച്ചസിലെത്തിയ ആദ്യത്തെ ദിവസം തന്നെ മിസ്റ്റർ റൂക്കാസിൽ അടുക്കളവാതിലിനടുത്ത് പുറത്തുള്ള ചെറിയൊരു മുറിയിലേക്ക് എന്നെ കൊണ്ടുപോയി. ഞങ്ങൾ അതിനടുത്ത് എത്തിയപ്പോൾ ചങ്ങല കിലുങ്ങുന്ന ശബ്ദം കേട്ടു. വലിയൊരു മൃഗം അനങ്ങുന്നതും കണ്ടു. ഇവിടെ നോക്കൂ. 2 പലകകൾക്കിടയിൽ ഒരു വിടവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് റൂക്കാസിൽ പറഞ്ഞു. ഇവനൊരു സുന്ദരനല്ലേ? ഞാൻ ഉള്ളിലേക്ക് നോക്കി. തിളങ്ങുന്ന 2 കണ്ണുകൾ കണ്ടു. ഇരുട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവ്യക്ത രൂപം. ഭയപ്പെടേണ്ട, എന്നെ ഞെട്ടൽ കണ്ട് ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അത് കാർലോയാണ്, എൻ്റെ അംഗരക്ഷകൻ. ഞാൻ എൻ്റേതെന്ന് അവനെ പറയുന്നെങ്കിലും സത്യത്തിൽ എൻ്റെ ഭൃത്യനായ ടോളറുടേതാണവൻ. ഇവനെ എന്തെങ്കിലും ചെയ്യാൻ അവന് മാത്രമേ കഴിയൂ. ദിവസത്തിൽ 1 പ്രാവശ്യമേ ഞങ്ങൾ ഇവന് തീറ്റ കൊടുക്കൂ, അതും അധികമില്ല. അതിനാൽ അവൻ സദാ ഊർജ്ജസ്വലനാണ്. ടോളർ അവനെ രാത്രിയിൽ എന്നും പുറത്തുവിടും. അവൻ്റെ പിടിയിൽപ്പെടുന്ന യാത്രക്കാരെ ദൈവം രക്ഷിക്കട്ടെ. ദൈവത്തെ വിചാരിച്ച് നിങ്ങൾ രാത്രിയിൽ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. കാരണം അതിന് നിങ്ങളുടെ ജീവൻ വിലയായി കൊടുക്കേണ്ടി വരും. ആ മുന്നറിയിപ്പ് വെറുതെ ആയിരുന്നില്ല. 2 രാത്രി കഴിഞ്ഞ് ഞാൻ എൻ്റെ കിടക്കറയിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കാനിടയായി. വെളുപ്പിന് ഏതാണ്ട് 2 മണിയൊക്കെ ആയിരിക്കണം. നിലാവുള്ള രാത്രി. വീടിൻ്റെ മുമ്പിലെ പുൽത്തകിടി പകൽ പോലെ ആകെ വെളുത്തിരുന്നു. ശാന്തസുന്ദരമായ ആ രംഗം കണ്ട് മതിമറന്നു നിന്ന ഞാൻ കോപ്പർ ബീച്ചസിൻ്റെ നിഴലിലൂടെ എന്തോ ഒന്ന് അനങ്ങുന്നത് കണ്ടു. അത് നിലാവിലേക്കിറങ്ങിയപ്പോൾ എന്താണെന്ന് മനസ്സിലായി. ഒരു കാളക്കുട്ടിയുടെ അത്ര വലിപ്പമുള്ള ഭീകരനായ ഒരു നായയായിരുന്നു അത്. തൂങ്ങിയ കീഴ്ത്താടി, കറുത്ത മൂക്ക്, എഴുന്നു നിൽക്കുന്ന എല്ലുകൾ. അവൻ പതുക്കെ നടന്ന് മറുവശത്തെ നിഴലിലേക്ക് മാഞ്ഞു. നിശബ്ദനും കൂറ്റനുമായ ആ പാറാവുകാരൻ എൻ്റെ ഹൃദയം മരവിപ്പിച്ചു. ഇനി എനിക്ക് മറ്റൊരു വിചിത്രമായ അനുഭവമാണ് പറയാനുള്ളത്. ലണ്ടനിൽ വെച്ച് ഞാൻ എൻ്റെ മുടി മുറിപ്പിച്ചിരുന്നു. അതൊരു ചുരുളായി എൻ്റെ പെട്ടിയുടെ അടിയിൽ വെച്ചിരുന്നു. കുട്ടി ഉറങ്ങിയതിനു ശേഷം ഒരു ദിവസം ഞാൻ എൻ്റെ സാധനങ്ങൾ അടുക്കി വയ്ക്കുകയും മുറിയിലെ ഫർണിച്ചറുകൾ പരിശോധിക്കുകയും ചെയ്യുകയായിരുന്നു. ആ മുറിയിൽ പല വലിപ്പുകളുള്ള ഒരു പഴയ അലമാരി ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലത്തെ 2 വലിപ്പുകൾ ഒഴിഞ്ഞും താഴത്തെ ഒന്ന് പൂട്ടിയും കിടന്നിരുന്നു. ആദ്യത്തെ 2ലും ഞാൻ എൻ്റെ തുണികൾ നിറച്ചു. പിന്നെയും എനിക്ക് ധാരാളം സാധനങ്ങൾ ബാക്കിയുണ്ടായിരുന്നതിനാൽ 3ാമത്തേതു കൂടി ഉപയോഗിക്കാൻ ഞാൻ നിർബന്ധിതയായി. അലക്ഷ്യമായി അത് പൂട്ടിയിട്ടതായിരിക്കും എന്ന് കരുതി ഞാൻ എൻ്റെ താക്കോൽ കൂട്ടമെടുത്ത് അത് തുറക്കാൻ ശ്രമിച്ചു. ആദ്യത്തെ താക്കോൽ കൊണ്ട് തന്നെ അത് തുറക്കാൻ കഴിഞ്ഞു. അതിനകത്താകെ ഒരു സാധനമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അകത്തെന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാവില്ല. അതിൻ്റെ ചുരുട്ടിവെച്ച മുടിയായിരുന്നു. ഞാനതെടുത്ത് പരിശോധിച്ചു. അതിന് അതേ പ്രത്യേക നിറവും അതേ കട്ടിയുമായിരുന്നു.
എങ്കിലും അതിൻ്റെ അസംഭാവ്യത എന്നെ അലോസരപ്പെടുത്തി. ഈ അലമാരിയിൽ എൻ്റെ മുടി എങ്ങനെ വെച്ച് പൂട്ടാനിടയായി? വിറയ്ക്കുന്ന കൈകളോടെ ഞാൻ എൻ്റെ പെട്ടി തുറന്നു. അതിനുള്ളിലെ സാധനങ്ങൾ വകഞ്ഞു നോക്കി. അടിയിൽ നിന്നും എൻ്റെ സ്വന്തം മുടിയെടുത്തു. ഞാൻ ആ 2 മുടിക്കെട്ടുകളും ഒപ്പം വെച്ചു. അവ രണ്ടും ഒരുപോലെ ഇരുന്നു എന്നതെനിക്ക് ഉറപ്പാണ്. അത് അസാധാരണമല്ലേ ഹോംസ്?